ലാലേട്ടനോട് പറഞ്ഞിട്ട് ലാലേട്ടന് ഇഷ്ടപ്പെട്ടാൽ അത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ് ലാലേട്ടനോട് പോയി പറഞ്ഞപ്പോൾ ലാലേട്ടനും അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അങ്ങനെയാണ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാസം മുമ്പാണ്, കാരണം ഇത് ഞാനങ്ങനെ എഴുതുന്നതിന് മുമ്പ് ആരെ വെച്ച് ഇത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ ചെയ്യാറില്ല. അപ്പോൾ പക്ഷെ എഴുതി വന്ന് എന്താ പറയുക, ഒരു 1 ലൈൻ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ അത് ലാലേട്ടനോട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു അങ്ങനെ. എന്നാലും ആദ്യം ലാൽ സാറിന്റെ മുമ്പ് ചെന്ന് ഈ ഒരു റംബാന്റെ കഥ വായിച്ചപ്പോ ഫുള്ള് ലാൽ സാറ് കേട്ടോ, എപ്പോഴാണ് കൺവിൻസ്ഡ് ആയത് ലാൽ സാർ ഇത് നമുക്ക് ചെയ്യാം, നമുക്കിത് ഒരുമിച്ച് കൈകോർക്കാം എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ലാലേട്ടൻ അല്ല എന്നോട് പറഞ്ഞത് ആന്റണി ചേട്ടനാണ്. കഥ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ വന്നിട്ട് ഞാൻ ചോദിച്ചു ലാലേട്ടൻ എങ്ങനെ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റണി ചേട്ടൻ പോയി സംസാരിച്ചു, തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ ഓക്കെയാണ് ചെയ്യാൻ എന്ന് പറഞ്ഞു. സൂപ്പർ. വിസ്മയങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നും ലാലേട്ട ഒരു മഹാവിസ്മയം കൂടി പിറക്കാൻ പോകുന്നു. എത്ര മാത്രം എക്സൈറ്റഡ് ആണ് സർ? എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉള്ള എക്സൈറ്റ്മെന്റ്. നമ്മളെപ്പോഴും ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സിനിമ ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന് പ്രാർത്ഥന, അതേ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഓഫ്കോഴ്സ് സാറുമായിട്ടൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനും. ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ജോഷി സാറുമായിട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ നരൻ എന്നുള്ള സിനിമ, ഒരുപാട് നല്ല സിനിമ. ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ജോഷി സാറ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹൈ ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. ഇവരാരും പറഞ്ഞിട്ടില്ല. പറയാമോ? പറയാം. കാര്യം റംബാൻ്റെ ഒരു ജേർണി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബാക്കി ഒരു വലിയ പോർഷൻ US-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് പ്രൊഡക്ഷൻ. വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട സിനിമയാണ്, വളരെ നന്നായി ചെയ്യേണ്ട സിനിമയാണ്. വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. ജോഷി സാറ് അത്രയും വലിയൊരു ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റും അതിൻ്റെ കഥയും ജോഷി സാറും ഞങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് മാറും. ഒരു മലയാള സിനിമയല്ല. I think you can understand what I'm saying. This is going to be a pan-Indian film because of the craft, because of the artwork. So, ഏറ്റവും വളരെയധികം സന്തോഷത്തോടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു ചെമ്പൻ, താങ്ക് യു ഇൻസ്റ്റിങ്, താങ്ക് യു സർ ഫോർ ജോയിനിങ് ദസ്. അവർ വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു വളരെ അങ്ങനെയാണല്ലോ, നമുക്കൊരു പെപ്പുണ്ടാവും, ഒരു എക്സൈറ്റഡ് ആണ്. ചില സിനിമകളുടെ കഥ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല. പക്ഷേ ചെമ്പൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ അത് വളരെയധികം നന്നായി വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും വളരെയധികം അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സിനിമയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോഷി സാർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റംബാൻ വലിയൊരു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എപ്പോഴും കളിയാക്കും. ബിക്കോസ് ആദ്യം അമ്മയുടെ ഡയലോഗ് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ ഇത് ശരിയാണ്. ബിക്കോസ് ഇപ്പോഴും ഐ എം ഷിവറിങ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഹൗ, ഐ മീൻ എത്ര ബിഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കണമെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. താങ്ക് യു ചെമ്മൻ ചേട്ടാ, ജോഷി സർ ഫോർ ഗിവിങ് മീ ദിസ് ചാൻസ് ടു ഡു. ആൻഡ് ലാലേട്ട, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ലാലേട്ടനെ കണ്ട് വളർന്ന് ഒരു മിനിറ്റെങ്കിലും ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുക എന്നുള്ള ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ തിങ് ഫോർ മീ. സ്റ്റിൽ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ആൻഡ് താങ്ക് യു അമ്മ അച്ഛ ഫോർ
ബീങ് വിത്ത് മീ. താങ്ക് യു എവ്രി വൺ. അതെ, സാൻഡ്ര ചേച്ചി ഒരിക്കലും ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് എന്നെ കാണിച്ചു കൊടുത്തതിന് നന്ദി ഒരുപാട്. താങ്ക് യു.